ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശന്റെ പെൺമക്കളെ സംരക്ഷിച്ചുകൊണ്ട് അവന്റെ പുത്രനായ വിക്രത്തിന്റെ ജീവൻ എടുത്തിരിക്കുകയാണ്. ആരും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് പ്രകാശൻ അത് ചെയ്തിട്ടുള്ളത്. പ്രകാശൻ ഒരിക്കലും പ്രകാശന്റെ മകനെ അവന്റെ ജീവൻ എടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമ്മുടെ പ്രകാശൻ തന്നെയാണ് ആ മകനെ വളർത്തി വഷളാക്കിയതും അതുപോലെ തന്നെ നിലത്ത് വെക്കാതെ തോളിലേറ്റിക്കൊണ്ട് നടന്ന, തോള് കഴച്ചിട്ടും തോളിൽ നിന്ന് താഴെ ഇറക്കാതെ അവനെ തന്നെ കൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രകാശന് ഈടെയായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ കല്യാണിയെ ഒന്ന് നോക്കുകയെ പോലും ചെയ്യാതെ, അവളെ പഠിപ്പിക്കുകയോ ചെയ്യാതെ, അതേ സമയത്ത് നമ്മുടെ വിക്രത്തിനെ ഡിഗ്രി വരെയും പഠിപ്പിച്ച് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിനെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ പ്രകാശൻ. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ പ്രകാശൻ അവന്റെ ജീവൻ എടുത്തിട്ട് പെൺമക്കളെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അവരൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതില്ല, അവന്റെ ജീവൻ പോയതിലല്ല, അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അങ്ങനെ ആ സമയത്ത് പെൺമക്കളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, മക്കളെ ജീവൻ എടുക്കാൻ അവൻ മുതിർന്നതാണ്. അവനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയതാണ്. അവസാന ശ്രമം എന്ന നിലയിൽ അവനെ നന്നാക്കാൻ ഞാൻ നോക്കിയതാണ്. പക്ഷെ അവൻ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അവൻ പിന്നെയും നിങ്ങളുടെ പുറകെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എന്തായാലും പ്രകാശൻ അവന്റെ ജീവൻ എടുത്തിട്ട് എങ്ങനെയാണ് അവനെ കൊന്നത് എന്നുള്ള കാര്യം വിശദമായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രകാശൻ വിക്രാണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ തോക്കും പിടിച്ച് നിൽക്കുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ സരയുടെ അരികിലേക്ക് പോകാൻ, അപ്പൊ കഥ പറയുന്നതാണ് കേട്ടോ. അപ്പൊ സരയുടെ അരികിലേക്ക് പോകാൻ വേണ്ടി മുടിയൊക്കെ മിനുക്കി തോക്കും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഒരു കണ്ണാടിയുടെ മുന്നിൽ, എടി കല്യാണി, നീ ഇന്ന് തീരോടി, ഇന്ന് എന്റെ കൈ കൊണ്ട് നീ തീരും എന്നൊക്കെ പറഞ്ഞ തോക്കും പിടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പ്രകാശൻ അവിടേക്ക് പയ്യെ അകത്തേക്ക് കടന്നു കൂടുന്നതും അതുപോലെ തന്നെ അവിടെ പ്രകാശനെ കാണുന്നുണ്ട് വിക്രം. അപ്പൊ ആ സമയത്ത് കയ്യിൽ തോക്കുണ്ടല്ലോ, അപ്പൊ തോക്ക് ചൂണ്ടുകയാണ് പ്രകാശന്. അപ്പൊ ആ സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട്, വേണ്ട മക്കളെ, ഞാൻ മക്കളെ ഒന്നും ചെയ്യാൻ വന്നതല്ല എന്ന് പറയാണ്. പക്ഷെ അവൻ എന്തായാലും ഇനിയിപ്പോ ഞാൻ പോകുന്നത് നിങ്ങളുടെ വാത്സല്യപുത്രിയായിട്ടുള്ള കല്യാണിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ തോക്ക് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിനു മുൻപ് ഇതിൻ്റെ അകത്ത് എന്തായാലും ഒരു ഉണ്ട 2 ഉണ്ടയല്ല ഉള്ളത്, ഒരുപാട് ഉണ്ടകൾ ഇതിൻ്റെ അകത്തുണ്ട്. എന്തായാലും ഒരു 5-6 ഉണ്ടയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ ആദ്യം എടുക്കും ഞാൻ. അതിനുശേഷം നിങ്ങളുടെ മകളുടെയും അതുപോലെ നിങ്ങളുടെ ആ കാർത്തിക എന്ന് പറയുന്ന ആ മകളുണ്ടല്ലോ, അവരെയും ഞാൻ കൊല്ലും എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രകാശൻ ആകെ ദേഷ്യം വരികയാണ്. പ്രകാശൻ അവിടെ ഒരു ഇരുമ്പ് വടി ഉണ്ടായിരുന്നു. ആ ഇരുമ്പ് വടി കൊണ്ട് പ്രകാശൻ നമ്മുടെ വിക്രത്തിന്റെ തലയ്ക്ക് അടിക്കുകയും ഒറ്റ അടി കൊടുക്കുന്നുണ്ട്. ഒറ്റ അടിയിൽ തന്നെ അവൻ അവിടെ ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെ ബോധം കെട്ട് വീണതിന് ശേഷം ആ വടിയും കുത്തി പിടിച്ച് അവിടെ ഇരിക്കുകയാണ് നമ്മുടെ പ്രകാശൻ. ഇവൻ എഴുന്നേൽക്കുന്നത് വരെ. അങ്ങനെ ഇവൻ എഴുന്നേറ്റതിന് ശേഷം ഇവൻ വീണ്ടും പ്രകാശനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രകാശന് അവന്റെ കഴുത്തിൽ ഒരു വള്ളി ചുറ്റിപ്പിടിച്ചിട്ട് അവനെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ആ അവസാന ശ്വാസത്തിലും അവനെ ചെയ്ത ഓരോ കാര്യങ്ങളും എണ്ണി പ്രകാശൻ പറയുന്നുണ്ട്. അതുപോലെ പെൺമക്കളെ ഉപദ്രവിക്കാൻ നോക്കിയതിനൊക്കെ തന്നെ പ്രകാശൻ മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിക്രാണെങ്കിൽ കൈകാലുകൾ ഇട്ട് അടിക്കുകയാണ്. പക്ഷെ പ്രകാശൻ അതൊന്നും നോക്കാതെ അവന്റെ ജീവൻ, അവൻ ഒരു ദയവും കൂടാതെ അവന്റെ ജീവൻ അങ്ങ് എടുക്കുകയും അതുപോലെ മുകളിൽ കെട്ടിത്തൂക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രകാശൻ പെൺമക്കളോട് പറയുകയാണ്. അങ്ങനെ അതൊക്കെ കേട്ട് അവർക്ക് ആകെ ഷോക്ക് വന്ന പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലോട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മിയമ്മ അറിയുമ്പോൾ ലക്ഷ്മി അമ്മയ്ക്കും ആകെ സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ചന്ദ്രസേനും കിരണൊക്കെ അപ്പോഴേക്കും ഓടി എത്തുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഇനി എന്തായാലും കാര്യങ്ങളൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് നോക്കി വരുമ്പോൾ പ്രകാശൻ എന്തായാലും അകത്താവും, അത് ഉറപ്പാണ്. അപ്പം പ്രകാശൻ പറയുന്നുണ്ട്, അത് സാരില്ല മക്കളെ, ഞാൻ അകത്ത് പോക്കോളാം. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ പൊന്നു മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, പ്രത്യേകിച്ച് എൻ്റെ കല്യാണി മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോകാൻ തയ്യാറാണ്. എനിക്ക് വേണ്ടിയിട്ട് മക്കൾ എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കണം. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ജയിലിലോട്ട് പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ ജയിലിൽ എന്തായാലും സെല്ലിൽ അങ്ങനെ കിടക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ നവീനൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഈ പറയുന്ന പ്രകാശനല്ല, നമ്മുടെ കിരണൊക്കെ. അങ്ങനെ നവീനൊക്കെ വന്നിട്ട് കോടതിയിൽ നല്ല വാദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രകാശൻ എന്തുകൊണ്ടാണ് സ്വന്തം മകനെ ഇങ്ങനെ കൊന്നു തള്ളിയത് എന്ന്, അതിന് അത്രയും വെറുപ്പിച്ചത് കൊണ്ടും അത്രയും ക്രൂരനായൊരു മകനായി മാറിയതും സമൂഹത്തിന് പോലും ദോഷമായി മാറിയൊരു മകനായതുകൊണ്ടാണ് ആ അച്ഛൻ അങ്ങനെ ചെയ്തത്. ആ അച്ഛൻ മകനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നും
പെൺമക്കളെ തള്ളിക്കറിഞ്ഞ് മകന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, മകന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിവ് സഹിതം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിക്രം കൂട്ടുകെട്ടിലൂടെ ചെറുപ്പത്തിലെ തന്നെ കഞ്ചാവും അതുപോലെ തന്നെ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നതും സോണി എന്ന് പറയുന്ന പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് പടം വഴക്കാരനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവളെ കല്യാണം കഴിച്ച് അവളെ ഉപേക്ഷിച്ചതും അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ച് ആ പെൺകുട്ടി ഇവനെ പറ്റിച്ചതും ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ തലയ്ക്ക് ഇവൻ രാത്രി സമയത്ത് ചെന്ന് തലക്കടിച്ച് ആ ഭർത്താവിൻ്റെ ബോധം കെടുത്തി ഒരു വീൽ ചെയറിലാക്കിയ കാര്യങ്ങളും അങ്ങനെ അവൻ എന്തെല്ലാം കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ട് അതൊക്കെ തെളിവ് സഹിതം നവീൻ നിരത്തുകയാണ്. അതുപോലെ തന്നെ ഈ പലിശക്കാരനെ തലക്കടിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ട്. അത് സാക്ഷിയായിട്ട് അയാൾ തന്നെ വന്ന് നിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പം ശിക്ഷയിൽ നിന്ന് ചെറിയൊരു ഇളവ് നമ്മുടെ പ്രകാശിന് കിട്ടുന്നുണ്ട്. അല്ലാതെ പൂർണ്ണമായും ജയിലിൽ നിന്ന് പ്രകാശിനെ കടത്താൻ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കില്ല. അങ്ങനെ അതിനുശേഷം പ്രകാശനകത്ത് പോകുന്നത് പ്രകാശന് നല്ല സമാധാനത്തോടു കൂടിയാണ് പോകുന്നത്. ഇനി ഒരു ശത്രു ഇല്ല എന്ന് അറിഞ്ഞുള്ള ഒരു സന്തോഷം. പക്ഷേ പുറത്ത് വലിയൊരു ശത്രു ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ലല്ലോ, ഈ സരയു എന്ന് പറയുന്നവള്. എന്തായാലും ഈ പറയുന്ന നമ്മുടെ മനോഹറിന്റെ അരിയിലേക്ക് തന്നെയാണ് പ്രകാശൻ പോകുന്നത്. മനോഹർ ആണെങ്കിൽ പ്രകാശന് വേണ്ട എല്ലാ സഹായങ്ങളും അവൻ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അവരെ ഒരു ശരിക്കും നല്ലൊരു സുഹൃത്തുക്കൾ പോലെ അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന ഒരു ഇതായി തന്നെയാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ ശത്രുക്കളില്ല, തല്ലില്ല, ബഹളം അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന സരയു കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. സരയനാകെ ഷോക്കാവണം. സരയിന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആർക്കും കൊല്ലാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്തായാലും താര അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ നമ്മുടെ കല്യാണിയും കിരണിനെ അറിയിക്കാൻ ശ്രമിക്കുമ്പോഴും ഓരോ പ്രാവശ്യം മെസ്സേജ് ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുമ്പോഴും സരയി വന്നിട്ട് താരയെ കുരക്കിന് പിടിക്കുകയും അവളെ ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ സഹി കേട്ടിട്ട് ഇവളുടെ ഭാഗത്ത് നിന്നും ഒരുപാട് ദ്രോഹങ്ങളും കാര്യങ്ങളൊക്കെ കല്യാണിക്ക് പതിഞ്ഞിരുന്നു കൊണ്ട് അവള് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന രീതിയിലാണ്. എന്തായാലും എല്ലാവരും ഭയങ്കര ആശ്വാസത്തിലാണ്. അച്ഛൻ ജയിലിൽ പോയ ഒരു സങ്കടം ഒഴിച്ച് ബാക്കി എല്ലാവരും ഇനി ശത്രുക്കളൊന്നും ഇല്ലല്ലോ, സുഖമായി ജീവിക്കാം എന്നുള്ളൊരു സമാധാനത്തിലാണ് എല്ലാവരും നിൽക്കുന്നതെങ്കിലും ഈ സരയു ഉള്ളിലിരിക്കുന്ന അവള് പുറത്തേക്ക് വരുമ്പോൾ കല്യാണിയെ അപകടപ്പെടുത്താൻ വേണ്ടി അവൾ ശ്രമിക്കുന്നുണ്ട്. അത് കൈയോടുകൂടി പിടിക്കുകയാണ് കിരൺ. അങ്ങനെയാണ് കിരണ് മനസ്സിലാകുന്നത് ഇവൾ ശരിക്കും അവരുടെ ശത്രു തന്നെയാണ്, മിത്രമായിട്ടില്ല. അവളുടെ മനസ്സിലെ കറുപ്പ് ഇതുവരെയും മാഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ കല്യാണിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് താര തൻ്റെ മകൾ എന്തെല്ലാം കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. വിക്രത്തിനെ സഹായിച്ചതും അതുപോലെ തന്നെ അവളുടെ അച്ഛനെ സഹായിക്കാൻ ഏർപ്പാടാക്കിയതും ഒക്കെ തന്നെ ഇവളാണെന്നുള്ള കാര്യം പറയാണ്. അപ്പൊ രതീഷ് പറയുന്നുണ്ട്, ഞാൻ അന്നേ സാറിനോട് പറഞ്ഞതല്ലേ ആ ബഗാസുരൻ അവിടേക്ക് കല്യാണിയെ കുത്താൻ അവിടേക്ക് ആ ബിൽഡിങ്ങിലേക്ക് വന്നത് അത് ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ്, അല്ലാതെ അയാൾക്ക് എങ്ങനെ അറിയാം കല്യാണി പോകുന്ന സമയവും കാര്യങ്ങളും. സാറിനോട് പറഞ്ഞപ്പോൾ സാറ് ഇവളെ അവിശ്വസിച്ച് ഇവളെ ശരിക്കും വിശ്വസിക്കല്ലേ ഞങ്ങൾ പറഞ്ഞ തട്ടിക്കളയല്ലേ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രതീഷ്. അങ്ങനെ ഇവളെ കമ്പനിയിൽ നിന്നും ആ വീട്ടിൽ നിന്നും ഒക്കെ അടിച്ചിറക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ ആ കുഞ്ഞിനെ അവൾക്ക് വിട്ടുകൊടുക്കാതെ അവളെ ആ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞയക്കും. നല്ല അടി കൊടുത്തിട്ട് തന്നെ ആയിരിക്കും പറഞ്ഞയക്കുന്നത്. എന്തായാലും കുഞ്ഞിനെ നമ്മുടെ രതീഷിനെ നമ്മുടെ മനോഹറിനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ അതൊരുപാട് ആശ്വാസമാവുന്നുണ്ട്. അവരെ സ്നേഹിക്കുന്നവരെ അവർ തിരിച്ച് സ്നേഹിക്കും. ശത്രുക്കളൊക്കെ അകറ്റി നിർത്തുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Okay friends, bye. Thank you.